നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെ ഇക്കാര്യത്തിൽ? പുതിയ സർക്കാരിന് റിട്ടയർമെന്റ് പ്രായം കൂട്ടാനുള്ള വല്ല ഐഡിയ ഉണ്ടോ? അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒരു കാരണവശാലും റിട്ടയർമെന്റ് പ്രായം കൂട്ടർ എന്നുള്ളതാണ് അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം പറയുന്നത് അവരുടെ റിട്ടയർമെന്റ് പ്രായവും കൂട്ടി നിങ്ങൾക്ക് ജോലിയും തന്ന് മുന്നോട്ട് പോകണം. അതെങ്ങനെ? അതിൽ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉള്ളത്. പുള്ളി പറഞ്ഞത് ഒരു വർഷം 25,000 30,000 എന്തോ പറഞ്ഞു. 25,000 മുതൽ 30,000 വരെയാണ് ഒഴിവുകൾ വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ തൊഴിൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. പക്ഷെ അത്രയും പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ. അപ്പോ അത് ഒരു ന്യായമല്ല. പിന്നെ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. സാമ്പത്തിക കാര്യം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പ്രായം കൂട്ടിയത് കൊണ്ട് സാമ്പത്തികമായി ലാഭമുണ്ടായിട്ട് ഒരു കണക്കും ഇന്നേ വരെ വന്നിട്ടില്ല. താൽക്കാലിക ആശ്വാസം മാത്രമേ കിട്ടൂ. അല്ല, അതിൽ സത്യത്തിൽ പുതിയ നിയമനങ്ങൾ വരുമ്പോൾ സർക്കാർ ലാഭമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും പെൻഷൻ പ്രായം കൂട്ടിക്കൊണ്ടുള്ള ഒരു സംവിധാനം സ്വീകരിക്കുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ ചവറയിൽ വന്ന ഈ പ്രയോഗം ഉണ്ടല്ലോ, അതായത് ഈ പെൻഷൻ പ്രായം കൂട്ടുകയും വേണം, യുവാക്കൾക്ക് ജോലി കൊടുക്കുകയും വേണം. അതങ്ങനെ തന്നെ വേണം. വേണോ? നിങ്ങൾക്ക് അതേ അഭിപ്രായമാണോ? അതെ, കാരണം കേരളത്തിലെ സാധാരണ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നതെന്ന് പറയുന്നത് PSC പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷന് വേണ്ടി പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ PSC നടത്തിയിട്ടുള്ള വിശ്വാസ്യതയാണ്. രാത്രി 11:55-നും 11:59-നും അഡ്വൈസ് മെമ്മോ കൊടുക്കുന്ന, 11:59-ന് നിയമനോത്തരവ് കൊടുക്കുന്ന, 11:59-നും ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ PSC വളർന്നിട്ടുണ്ട് എങ്കിൽ അതിലുള്ള 11 രാത്രി 11:59 ചെയ്തു. വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുകയും അതിനനുസരിച്ച് നിയമനം നൽകുകയും ചെയ്യും. കാര്യക്ഷമത ഇല്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ PSC മുഖാന്തരം ജോലി നേടണം എന്നുള്ള ആഗ്രഹം സാധാരണ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടാണ്. പിന്നെ 55 വയസ്സ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്പാൻ കേവലം 65 വയസ്സായിരുന്ന സമയത്താണ്. ഇന്ന് അത് 76 വയസ്സായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം 76 വയസ്സിന് താഴെ ആണെങ്കിൽ പോലും അവരുടെ ലൈഫ് സ്പാൻ സംസ്ഥാനത്തുടനീളം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങളിൽ 58 വയസ്സാണ്, 18 സംസ്ഥാനങ്ങളിൽ 60 വയസ്സാണ്, 3 സംസ്ഥാനങ്ങളിൽ 60 വയസ്സിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ പ്രായം കാലോചിതമായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് സംഘടനയുടെ ആവശ്യം. അതേ സമയത്ത് തന്നെ ഈ യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും നടത്തണം.